സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, കരച്ചിലോട് കരച്ചിലാണ്. അടുത്ത കരച്ചിലിനുള്ള സമയമായിട്ടുണ്ട്. സംഭവം സെൻട്രൽ പ്രപ്പോസസ് ടു എക്സ്റ്റെൻഡ് IT റൂൾസ് ടു യൂസേഴ്സ് പോസ്റ്റിംഗ് ന്യൂസ് കണ്ടന്റ് ഓൺ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അതായത് പുതിയ IT നിയമം ഭേദഗതി വരുന്നു. ഈ ഭേദഗതി വരുന്നതോടുകൂടി അങ്ങനെ വഴി കൂടെ പോകുന്നവനും ചുമ്മാ ഇരിക്കുന്നവനൊന്നും വാർത്താ കണ്ടന്റുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന സംഭവം എന്ന് പറയുന്നത്. വാർത്താ കണ്ടന്റ് എന്നുള്ളതല്ല, ചെയ്യുന്ന കണ്ടന്റുകൾക്കെല്ലാം അയാൾക്ക് മേലൊരു നിയന്ത്രണം വരും എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നത് കണ്ടു. അതായത് ആ പെൺകുട്ടി ചെയ്യുന്ന കണ്ടന്റിന്റെ താഴെ മുഴുവൻ തെറിവിളിയാണ്. തെറിവിളി മാത്രമല്ല, അസഭ്യം പറച്ചിലാണ്. സൈബർ സെക്യൂരിറ്റി ഇവിടെ ഇല്ല എന്നാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കേന്ദ്രത്തിന് എതിരെ വാർത്ത ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഇലക്ഷൻ കാലം ആയതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ കൂണുപോലെ ഇത്തരത്തിലുള്ള പേജുകൾ മുളച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഫേസ്ബുക്കിലാണ് ഇവർക്ക് റീച്ച് കൂടുതൽ. ഇവർ പ്രധാനമായിട്ടും കരയുന്ന കരച്ചിൽ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ ടേക്ക് ഡൗൺ ചെയ്യുന്നു, ഇത് ഫാസിസമാണ്. നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ട് സുക്കർബർഗിനെ വിളിച്ച് പറയുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടൊരു വാർത്തയാണ്, സത്യമാണെന്നറിയില്ല, നമ്മുടെ ന്യൂസ് മലയാളം 24x7 എന്ന് പറയുന്ന ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം പേജോ ഏതോ ഒരു പേജ് ടേക്ക് ഡൗൺ ചെയ്തിരുന്നു. പിന്നെ നോ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ട്, നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ വാർത്തകൾ കൊടുക്കുന്ന മീഡിയയാണ്. അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ടേക്ക് ഡൗൺ ചെയ്തു. വേറെ ചില ഇൻഫ്ലുവൻസർമാരെല്ലാം വന്നുകൊണ്ട് അവരുടെ പേജ് റിസ്കിലാണ്, ഞങ്ങളുടെ പേജ് റിസ്കിലാണ്, സുക്കർബർഗ് ഞങ്ങളെ പേജ് ഏത് നിമിഷവും 100K ഒക്കെ ഫോളോവേഴ്സ് ഉള്ള പേജാണ്, ഏത് നിമിഷവും ഞങ്ങളുടെ പേജ് ഇപ്പോൾ നഷ്ടപ്പെട്ടേക്കാം, അതുകൊണ്ട് വേറൊരു പേജ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളമാണ്. ആക്ച്വലി ഇവർക്കൊന്നും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെടി, പുക, തീ, പിന്നെ ഒരുപാട് വ്യാജ വാർത്തകൾ എടുക്കുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഉദാഹരണത്തിന് ഇപ്പൊ സത്യമാണെങ്കിൽ പോലും ഇപ്പോൾ പശുക്കടത്തിന്റെ പേരിൽ പശുക്കടത്ത് ആരോപിച്ച് ഒരാളെ വേറൊരാളെ അടിച്ചു കൊല്ലുന്നു. ഈ അടിച്ചു കൊല്ലുന്ന വിഷ്വൽ അതുപോലെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അത് ഓഫ് കോഴ്സ് അത് ടേക്ക് ഡൗൺ ചെയ്യും. കാരണം അത് കാണിക്കാൻ പാടില്ല. നമ്മൾ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷ്വൽ യുദ്ധത്തിൽ എവിടെയെങ്കിലും ബോംബ് വീഴുന്നത് കാണിച്ചിട്ടുണ്ടോ? ബോംബ് വീഴുന്ന ആ തീ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ യൂട്യൂബ് പറയും, മോനെ ഇത് തീയാണ്, ഇത് ഞാൻ ഇപ്പൊ നിന്റെ പേജിന് സ്ട്രൈക്ക് അടിച്ച് തരും, നിന്റെ പേജ് ഞാൻ പൊട്ടിക്കും എന്ന് യൂട്യൂബ് പറയും. കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ. പിന്നെ കള്ളത്തരങ്ങൾ ഇഷ്ടം പോലെ പടച്ചു വിടുന്നുണ്ട്. ഫോൾസ് ന്യൂസ് എന്ന പേരിൽ ഇവർ തന്നെ ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കും ഇവരും തന്നെ ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കിത് മനസ്സിലാകാത്തതാണോ, അല്ലെങ്കിൽ എന്തായിരുന്നാലും കാണേണ്ടവരൊക്കെ കണ്ടു, എന്റെ പേജും പൂട്ടാൻ പോവുകയാണ്, എങ്കിൽ വീണ്ടും ഇരിക്കട്ടെ, മോദിയുടെ തലയ്ക്ക് ഒരു ഫാസിസം കൂടെ എന്ന് പറഞ്ഞ് അടിച്ചിറക്കുന്നതാണോ എന്നറിയില്ല. ഇപ്പോൾ വരുന്ന ഈ ഒരു നിയമം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊന്ന്, വാർത്താ ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരും ഇനി നിരീക്ഷണത്തിൽ എന്നുള്ളതാണ് നിയമം പറയുന്നത്. ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന സ്വകാര്യ വ്യക്തികൾ വാർത്ത പോസ്റ്റ് ചെയ്യുന്ന അവർ സൂക്ഷിക്കേണ്ടി വരും. സാധാരണക്കാർ മുതൽ സാമൂഹിക മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർമാർ വരെ വാർത്താ അധിഷ്ഠിത ഉള്ളടക്കങ്ങൾ സൃഷ്ടിച്ചാൽ പ്രൊഫഷണൽ മാധ്യമ സ്ഥാപനങ്ങൾ ഏത് നടപടിയാണോ നേരിടേണ്ടി വരുന്നത് ആ നടപടി നേരിടേണ്ടി വരും. നല്ല നിയമമാണ്. കാരണം പ്രൊഫഷണൽ മാധ്യമ സ്ഥാപനങ്ങൾ വാർത്തകളാണ് സൃഷ്ടിക്കുന്നത്. ഈ വാർത്തകൾക്ക് അവർ ഒരു കള്ള വാർത്ത കൊടുത്താൽ, വ്യാജ വാർത്ത കൊടുത്താൽ, മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരു വാർത്ത കൊടുത്താൽ, ഒരു ഡിഫമേഷൻ ഉള്ള ഒരു വാർത്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു നടപടി നേരിടേണ്ടി വരും. ആ നടപടി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയും നേരിടേണ്ടി വരും. കാരണം നിങ്ങൾ സൃഷ്ടിക്കുന്നത് വാർത്തയാണ്. IT ചട്ടത്തിന്റെ 8ാം വകുപ്പ് ഭേദഗതി ചെയ്തുള്ള കരട് തിങ്കളാഴ്ച ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ യൂട്യൂബർമാർ, ഇൻസ്റ്റാഗ്രാം റീലുകൾ സൃഷ്ടിക്കുന്നവർ, എക്സ് ഉപയോക്താക്കൾ തുടങ്ങിയവരെല്ലാം ഇതിന്റെ കീഴിൽ വരുമെന്നുള്ളതാണ്. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട പാർട്ട് 3 ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രതിഷേധം നടക്കുന്നതിന്റെ വീഡിയോ, സർക്കാരിന്റെ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കൽ, ഒരു വാണിജ്യ സംഭവത്തെക്കുറിച്ച് ഇൻഫ്ലുവൻസറുടെ പോസ്റ്റ്, പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് ദൃക്സാക്ഷിയുടെ വിശദീകരണം തുടങ്ങിയവയെല്ലാം ചട്ടഭേദഗതി വരുന്നതോടെ വാർത്താ ഉള്ളടക്കത്തിന്റെ നിയന്ത്രണത്തിന് ബാധകമായേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ പണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ FCRA റൂൾസിനെ കുറിച്ച് എടുത്തു. താങ്കൾ അതിൽ വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇത് പള്ളികളെ തകർക്കാൻ കൊണ്ടുവരുന്ന നിയമമാണ്. അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇവർക്ക് ഈ FCRA എടുത്തു വെച്ചിട്ട് ഇത് പള്ളികളെ തകർക്കാൻ കേന്ദ്രം ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന നിയമമാണ് എന്ന് ഡയറക്റ്റ് പറയാതെ മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി തലയിൽ വെച്ചിട്ട് അത് പറയാം, അങ്ങനെ പറയാം. അതൊരു ടെക്നിക്കാണ്. വേണമെങ്കിൽ ഇത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, അങ്ങനെ പറയാം. അല്ലാതെ നിങ്ങൾ ഇത് പള്ളികളെ തകർക്കാൻ കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ FCRA നിയമം അങ്ങനെയല്ല. കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് വായിക്കണം, വായിച്ച് കൃത്യമായിട്ടുള്ള സാധനം കൊടുക്കണം. വളച്ചൊടിക്കലൊന്നും നടക്കില്ല. അത് കൊടുത്തില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, LDF ഗവൺമെന്റ് ഇങ്ങനെയാണ് പറയുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നു, അത് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഇത് 2021
2019 മുതലേ ഈ നിയമത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം സഹമന്ത്രി ആയിരുന്നല്ലോ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ ചട്ടക്കൂട് കൊണ്ടിരുന്നു. ഇത് ലോക്സഭയിൽ കൊണ്ടിരുന്നു. അന്ന് പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കി. 21 കൊണ്ടുവന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. അവരുടെ 74 ഭേദഗതി ഈ നിയമത്തിനെതിരെ കൊണ്ടുവന്നു. അതിനുശേഷം അവരുടെ ഭേദഗതി അംഗീകരിച്ചു. അതിനുശേഷം വീണ്ടും ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇട്ടു. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അതിന്റെ ഒപ്പീനിയൻ വാങ്ങി. ഇതെല്ലാം കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യൂട്യൂബ് ട്രയൽ റൺ നടത്തിയിരുന്നു. ലൈസൻസ് അനിവാര്യമാണ്. ഒരു യൂട്യൂബ് ചാനൽ, ന്യൂസ് ചാനൽ നടത്തുന്നത് ലൈസൻസ് അനിവാര്യമാണ്. ലോകത്ത് എല്ലാ രാജ്യത്തും ലൈസൻസ് ഉണ്ട്. ഗൾഫില് കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഗൾഫിലിരുന്ന് യുദ്ധത്തിന്റെ എന്തോ പോസ്റ്റ് ഇട്ട 15 പേരുണ്ടായിരുന്നല്ലോ. അവരിപ്പോ എവിടെയാ? അവിടുത്തെ ജയിലിലാണ്. ഷാർജയിലും കണ്ട് ജയിലിൽ കിടക്കുക. 16 മലയാളിയും കണ്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ജയിലിലാണ്. അപ്പം എല്ലാ രാജ്യത്തും ബാധക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ഐഡി ഉണ്ടാക്കുക, വാർത്ത ഉണ്ടാക്കുക, വ്യാജ വാർത്ത ഉണ്ടാക്കുക. എന്നിട്ട് ഈ അടുത്ത സമയത്ത് നിർമ്മല സീതാരാമന്റെ പേരിൽ കുറെ വാർത്തകൾ വന്നിരുന്നു. നിർമ്മല സീതാരാമൻ ആ സ്കീം പ്രഖ്യാപിക്കുന്നു, ഫ്രീ ആയിട്ട് എല്ലാവർക്കും 25,000 വെച്ച് കൊടുക്കുന്നു, വ്യാജ വാർത്ത സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഏതാണ്ട് കുറെ അധികം ചാനലുകൾ കൂട്ടിപ്പോയി. ധർമ്മസ്ഥൽ ശാല നമ്മുടെ ഈ കർണാടകത്തിലെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതിന് 2 ലക്ഷം ഫേസ്ബുക്ക് പേജുകളാണ് പൂട്ടിപ്പോയത്. ഈ 2 ലക്ഷം ഫേസ്ബുക്ക് പേജിൽ കൂടാണ് 5000 സ്കെലിറ്റൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ക്ഷേത്രം പൂട്ടണം, പൂജാരി ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. എന്നിട്ട് അതിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയോ? അവിടെ പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ. എന്നിട്ട് എന്ത് പറ്റി? ഈ യൂട്യൂബ് ചാനലും മുഖ്യധാര മാധ്യമങ്ങളും എല്ലാം കൂടാണ് ചെയ്തത്. അപ്പൊ ഈ രാജ്യത്തൊരു നിയമം അനിവാര്യമാണ്. ഇത് നിയന്ത്രിക്കേണ്ട അനിവാര്യമായ ഒരു ഘടകമാണ്. ഇവിടെ യൂട്യൂബിന് ചാനൽ നടത്തുന്നവർ ലൈസൻസ് എടുക്കണം. ലൈസൻസ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് നടത്തിയ ട്രയൽ റൺ പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതായത് യൂട്യൂബിന്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ആധാർ കാർഡും അഡ്രസ്സും ഫോൺ നമ്പറും അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ലിങ്ക് നേരെ പോകുന്നത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയിലേക്കാണ്. ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയിൽ അപ്പോൾ തന്നെ ഇത് രജിസ്റ്റേർഡ് ആകുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജിമെയിൽ ID, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി, അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ, ഒപ്പം തന്നെ നമ്മുടെ ഫോൺ നമ്പർ, ഇത്ര സാധനം രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ ഈ ചാനൽ ആരാ നടത്തുന്നത് അറിയാൻ കഴിയുമല്ലോ. രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞ സ്ഥാപനം അത് 2 രീതിയിലുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് വ്യക്തികൾ നടത്തുന്ന ചാനലുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ സ്ഥാപനം വ്യക്തികൾ നടത്തുന്നതല്ല, ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണിത്. അപ്പൊ കമ്പനി രജിസ്ട്രേഷനും ഉണ്ട്, വ്യക്തികൾ നടത്തുന്ന രജിസ്ട്രേഷൻ ഉണ്ട്. കമ്പനി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്രെഡിബിൾ ആണ്. ഇപ്പം നമ്മുടെ നടത്തുന്നത് കുറച്ച് ക്രെഡിബിൾ ആണ്. കേന്ദ്ര PRDയുടെ സാങ്ഷൻ കൂടി തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അവിടെ രജിസ്ട്രേഷൻ ഉണ്ട് നമുക്ക്. കാരണം ഇത് ക്രെഡിബിൾ ആയിട്ട് പോകുന്നതാണ്. ഒരു കമ്പനി ആക്ട് പ്രകാരം അതിന്റെ നോംസ് പ്രകാരം പോകുന്നതാണ്. നമ്മളിവിടെ അങ്ങനെ ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാറില്ല. കാരണം ഇന്ന് വരെ നമുക്ക് അങ്ങനെ കേസ് വന്നിട്ടില്ല. അപ്പം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ യൂട്യൂബർമാർ വിലപിക്കുന്നുണ്ടല്ലോ, BJP തടയുന്നു പറഞ്ഞ്. ഇത് എന്തുകൊണ്ടാണ് അവരിത് പറയാൻ കാരണം എന്നറിയാം? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം റീച്ചുകൾ താന്നുപോയി. റീച്ചുകൾ താന്നുപോയി എന്ന് മാത്രമല്ല, നമുക്ക് വാർത്തകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് കുറയുകയാണ്. അതിനുശേഷം ഇതിന്റെ തെളിവ് സഹിതം പുറത്തു വന്നു. സോറോസസിന്റെ വലിയ ഫണ്ട് ഈ സോഷ്യൽ മീഡിയക്ക് പോയിരുന്നു. ആ സോഷ്യൽ മീഡിയ വലതുപക്ഷാഭിമുഖ്യമുള്ള ചാനലുകളെ ഡൗൺ ചെയ്യിച്ചു. ന്യൂസിന്റെ മലയാളത്തിന്റെ കുറവായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് ഒരു വാർത്ത, കാശ്മീരിൽ കൊച്ചുകുട്ടി കൊല്ലപ്പെട്ടിരുന്നു ഭീകരാക്രമണത്തിൽ, തുരുതുര വെടിയേറ്റ് ആ കുട്ടിയുടെ ചിത്രം. അന്ന് ഞാൻ ആദ്യമായിട്ടാണ് ആ വാർത്തയിൽ നിന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രേക്ഷകരോട്. ന്യൂസിന്റെ മലയാളം ഇതുവരെ പ്രേക്ഷകരോട് നമ്മുടെ വാർത്ത ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടില്ല. പകരം നമ്മൾ അന്ന് പറയേണ്ടി വന്നു, നമുക്ക് ഈ വാർത്ത ഷെയർ ചെയ്യണം, കാരണം ഈ ഇതുകൊണ്ടൊക്കെയുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്, നമ്മുടെ ചാനൽ ഡൗൺ ആണ്, അതുകൊണ്ട് ദയവായി ഇത് ഒരു ഇമ്പോർട്ടന്റ് വാർത്തയാണ്, നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 7,000-ത്തിനടുത്ത് ഷെയർ ആ വാർത്തയ്ക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ തപ്പിപ്പിടിച്ചൊക്കെ ഷെയർ ചെയ്ത ആ വാർത്ത. അപ്പം അങ്ങനെ പോകുന്ന ഒരു, അതുകൊണ്ട് ആ ഒരു ശീലം വെച്ച് അവരെ ഈ പണി ചെയ്തിട്ടുണ്ടല്ലോ, ആ ശീലം വെച്ചായിരിക്കും ഇവരിതിപ്പോ പറയുന്നത്. അതെന്താന്ന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. ഏതായാലും അത് അന്ന് പിടിച്ചു. കട്ടിംഗ് സൗത്ത് നടത്തിയ കുറെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് വന്നു. കേരളത്തിലുള്ള പ്രമുഖ മാധ്യമ ലിസ്റ്റിൽ വന്നിരുന്നു. ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ഒരു മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ നടത്തിയ ഒരു നീക്കമായിരുന്നു. അപ്പം വലതുപക്ഷത്തുള്ള മാധ്യമങ്ങളെ ഡൗൺ ചെയ്യുന്നത് അവരുടെ അനിവാര്യമായ ഘടകമായിരുന്നതുകൊണ്ട് പിന്നീട് അതെല്ലാം മാറി വരികയും പിന്നീട് കേന്ദ്ര സർക്കാർ കടുത്ത നടപടികൾ ഈ പറയുന്ന യൂട്യൂബിന്, ഫേസ്ബുക്കിന്, ഇൻസ്റ്റാഗ്രാമിനെതിരെ നടത്തുകയും ഇവിടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം നിങ്ങൾ പാലിക്കണമെന്നും ഇവിടെ ഞങ്ങളുടെ സർക്കാരുകൾ ചോദിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്നും നിങ്ങളുടെ എൻക്രിപ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെസ്സേജ് സിസ്റ്റം നിങ്ങൾ ആയിക്കോളൂ, കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്ന് പറയുകയും നമ്മുടെ സംസ്ഥാന പോലീസിന്റെ സംവിധാനങ്ങൾ വരെ പോകുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യേണ്ടതാണെന്നും ഞാൻ ചോദിച്ചോട്ടെ, ഈ അപകീർത്തികരമായ വാർത്തകളൊന്നും ഇപ്പൊ അധികം വരുന്നില്ലല്ലോ, എന്താണ്? നമ്മുടെ സംസ്ഥാന പോലീസിന് തന്നെ അതിനെതിരെ നടപടി വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റുന്നുണ്ട്. ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യത്തിരുന്നിട്ട് ഒരു ഇന്ത്യക്കാരൻ അതിന് നിയമം ചട്ടക്കൂട്, ഏകദേശം ചട്ടക്കൂട് ഞാൻ പറഞ്ഞുതരാം.
ഇനി ഇത് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ഇന്ത്യക്കാരനായിരിക്കും, ഇന്ത്യൻ അഡ്രസ് ആയിരിക്കണം ആ വ്യക്തിക്ക്. വിദേശത്തിരുന്നുകൊണ്ട് ഇന്ത്യക്കാരനായിട്ടൊരു വ്യക്തി വിദേശത്ത് പോയിരുന്നിട്ട് രാജ്യവിരുദ്ധ വാർത്തകൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യക്ക് ആ ചാനല് ഡൗൺ ചെയ്യാൻ പറയാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറയാൻ പറ്റും, അയാൾ നടപടി സ്വീകരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ ഇവിടുന്ന് ഗുജറാത്തിയെ പോലുള്ളവരൊക്കെ പോയിട്ടുണ്ടല്ലോ, എവിടെ വിദേശത്തിരുന്നിട്ടാണല്ലോ ചെയ്യുന്നത്, ഇന്ത്യയിൽ ഇരുന്നിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് പക്ഷേ പണി കിട്ടും. അവരുടെ വാർത്ത ഒറിജിനൽ അല്ലെങ്കിൽ അവർക്ക് ഒരു യൂട്യൂബിന് പറയാൻ പറ്റും. കാരണം അയാൾ ഇന്ത്യൻ പൗരനാണ്, അയാൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്ത്യൻ ഇതിലാണ്. ഇന്ത്യയുടെ ആധാർ കാർഡ്, ഇന്ത്യയുടെ അഡ്രസ് വെച്ചാണ് അയാൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നടത്താത്ത ചാനലുകൾ ഓട്ടോമാറ്റിക്കലി പോകും. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം യൂട്യൂബ് ചാനലുകളുണ്ട്. അതിൽ ന്യൂസ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്ത് ലൈസൻസ് എടുക്കാത്ത ചാനലുകൾ ഓട്ടോമാറ്റിക്കലി പോകും. അതായത് ഇപ്പോൾ നടക്കുന്നതൊക്കെ ഇറാഖിന്റെയും സിറിയയുടെയും ജിമെയിൽ ഐ ഡി വെച്ചിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ഓപ്പറേറ്റ് ചെയ്യുക, ആ യൂട്യൂബിൽ കൂടെ എന്ത് കള്ളത്തരവും വിളിച്ചു പറയുക, ഫേക്ക് ന്യൂസുകൾ നൽകുക, എന്നിട്ട് അഥവാ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ഡൗൺ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. കാരണം പോലീസിന് തപ്പിപ്പോയാൽ കിട്ടത്തില്ലത്. കാരണം ഇത് സിറിയയിലും യമനിലും ഖത്തറിലും ഇല്ല ഇറാഖിലും ഒക്കെ ഉള്ള ഇടങ്ങളിലുള്ള ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ IP അഡ്രസ് തപ്പിപ്പോയാലും ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് നടക്കും. ആ കാര്യങ്ങളെല്ലാം തീരും. ഇത് ഒരു വലിയ മികച്ച ഒരു തീരുമാനമാണ്, നയമാണ്. ഇനി പ്രകൃതിക്ഷോഭത്തിന്റെ കാര്യത്തെ കുറിച്ച് ഒരു കാര്യം പറയാം. പ്രകൃതിക്ഷോഭത്തിന് ഏറ്റവും വലിയ ഫേക്ക് ന്യൂസ് അടിക്കുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങളല്ലേ. ഇനി എന്റെ സ്വന്തം അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഇടുക്കിയില് ഒരു മല ഇടിഞ്ഞിട്ട് ഒരു ബസ് കൊക്കയിൽ പോയെന്ന് കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം രാവിലെ തൊട്ട് ലൈവ് ചെയ്യുക. ആ വ്യക്തിയുടെ തൊട്ടടുത്ത് നിന്ന് ലൈവ് ചെയ്യുന്ന വ്യക്തി ഞാനാ. എന്റെ ഓഫീസിൽ നിന്നെ വിളിച്ചു ചോദിക്കുന്നു, നീ അത് കാണുന്നില്ലേ, ഒരു ബസ് പോയെന്ന്. അപ്പൊ ഞാൻ എന്റെ ഹെഡിനോട് ചോദിച്ച, എന്റെ ന്യൂസ് എഡിറ്ററോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്റെ പൊന്നു സാറേ, എനിക്ക് ഈ മലയിടുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇടുക്കി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറാണ് ഞാൻ. ഇവിടെ ഒരു ബസ് പോയിട്ട് ഒരു ഓട്ടോ കിടക്കാനുള്ള വിടവില്ല. അവിടെ എങ്ങനെയാണ് സാർ ഒരു ബസ് പോകുന്നത് ഞാൻ ചോദിച്ചു. ഒരു വിടവ് വേണ്ട എന്റെ പൊന്നു തനിഷ. ഈ ബസ് എന്ന് പറയുന്ന സാധനം ചെറിയ കളിബസ്സല്ലല്ലോ വരുന്നത്, വലിയൊരു ബസ്സല്ലേ. ഈ ബസ് കിടക്കാനുള്ള ഒരു ഇടുക്ക് വേണ്ട, ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ കൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഇതിനകത്ത് ഒരു ബസ് പോയി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച്. അദ്ദേഹം 3 മണി വരെ ബസ് പോയി എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിന്നു. പക്ഷെ രാവിലെ മുതൽ എന്റെ സ്ഥാപനത്തോട് എനിക്ക് ഒരു ബഹുമാനം തോന്നി അപ്പോഴാ. എന്നോട് പറഞ്ഞു, നീ പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, വേറെ ആരും പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഞാൻ പറയാം, എന്നെ വിശ്വസിക്കണം നിങ്ങളിപ്പോ. നിങ്ങൾക്ക് മനസ്സിലാകും ഈ വെള്ളം പറ്റുമല്ലോ, പറ്റിക്കഴിയുമ്പോൾ ബസ് പോയിട്ട് ബസിന്റെ ഒരു എന്തെങ്കിലും ഒരു അംശം കിട്ടണമല്ലോ, കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം 3 മണി വരെ ആ മുഖ്യധാര ചാനലുകാരൻ ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നു ബസ് പോയെന്നും പറഞ്ഞു. ഞാനത് ബസ് പോയില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് എന്തായി, അവിടെ നായി കിട്ടിയത് എന്റെ ബൈക്ക് കിടക്കാനുള്ള കടവേ ഉള്ളു അവിടെ നിന്നാണ് അത് കിട്ടിയത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കേരളത്തിൽ ഞാൻ വ്യക്തിപരമായ അനുഭവം പറഞ്ഞു വെച്ചാൽ അത് എനിക്ക് കുറച്ചൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഈ പ്രകൃതിക്ഷോഭം നടക്കുമ്പോഴത്തേനും വ്യാജ വാർത്ത പടച്ചുവിടാറുണ്ട്. അത് മത്സരമാണല്ലോ ഇപ്പം, ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അടുത്തവൻ പറയും, ഞാൻ ഒരാൾ മരിച്ചെന്ന് എങ്ങനെ പറയും, എന്റെ ചാനൽ റേറ്റിംഗ് 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, അടുത്തവൻ 10 ആക്കും, 100 ആക്കും, 200 ആക്കും. ഒരു കാര്യം ആലോചിക്കണം. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടൽ, ഇപ്പൊ ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ നടന്നില്ല, വയനാട് ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ അവിടെ 100 പേര് കൊല്ലപ്പെട്ടു മരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ബന്ധുക്കൾ വിദേശ രാജ്യങ്ങളിലില്ലേ, ഇല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്തില്ലേ, ഇല്ലെങ്കിൽ ആ വയനാടുള്ള ഒരാളുടെ അടുത്ത ബന്ധു തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാണ്, അയാൾ അനുഭവിക്കുന്ന മനോവേദനയോ. ഇനി ഇതിലും വലിയ പ്രത്യേക ചാനലുകൾ കാണിക്കാറുണ്ട് മനുഷ്യ. അത് എന്റെ അമ്മ വിഷമിച്ച സംഭവം വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നമ്മുടെ ചാനലിൽ താഴെ എഴുതി കാണിക്കും, ബൈക്ക് അപകടം, യുവാവ് കൊല്ലപ്പെട്ടു, മരിച്ചു. വീട്ടിൽ ഇരിക്കുന്ന ആമ്പിള്ളാര് ഉള്ള അമ്മമാര് അവരുടെ മനസ്സിൽ വേദന വരത്തില്ലേ? എന്റെ അമ്മ അപ്പൊ വിളിക്കുന്ന ഫോണില്, നീ ഇപ്പൊ എവിടെ ഉണ്ട്, എന്ത് പറ്റി, അല്ല വെറുതെ വിളിച്ചതാ. അപ്പൊ ഇത് സ്ഥിരമായപ്പോ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയാ, ചാനലിന് താഴെ കൂടെ. എന്നാലൊരു മര്യാദ വേണ്ടേ? അത് എവിടെയാണ് സ്ഥലം എന്ന് എഴുതി കാണിക്കുക. ഇന്ന സ്ഥലത്ത് ബൈക്ക് അപകടം നടന്നു, ഇന്ന വ്യക്തി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇതൊന്നുമല്ല കൊടുക്കുന്നത്, ഒരു വാർത്തയാണ്. ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചിലപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മകനുള്ള അമ്മയ്ക്ക് സ്വസ്ഥതയോടെ ഈ വാർത്ത കൊണ്ടിരിക്കാൻ പറ്റൂ? അതിന് എലിയും പാലുമില്ല തലക്കെട്ട് കൊടുക്കുക, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ തലക്കെട്ടും വാർത്തയുമായി ബന്ധമില്ലായിരിക്കും. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് വരെ തലക്കെട്ടും വാർത്തയുമായി ബന്ധമില്ലാത്ത ഒരു വാർത്ത നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ തലക്കെട്ട് വന്ന് താഴെ കമന്റ് ഇടുന്നവരുണ്ട്. അവർ ഈ നമ്മുടെ ഹെഡ്ലൈൻ, നമ്മുടെ ഈ തമ്പ് കണ്ടിട്ട് താഴെ വന്നൊരു കമന്റ് ഇട്ട് ഇടവരങ്ങ് പോകും, വാർത്ത കാണത്തില്ല. വാർത്ത കണ്ടാലല്ലേ എന്താണ് തലക്കെട്ട് പറഞ്ഞതെന്നും വാർത്ത എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു കാര്യം, ഒരാളെ നമുക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. വെറുതെ ഒരു ഫേക്ക് ന്യൂസ് അടിച്ചു വിട്ടാൽ മതി. എന്നിട്ട് കുറച്ച് വാർത്ത സ്പ്രെഡ് ആയി കഴിയുമ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കൂട്ടി സ്ഥലം വിടുക. ഇതാണ് ചെയ്യുന്ന പണി.
അതായത് ഫേക്ക് ന്യൂസുകളാണ്. ഇപ്പൊ ഫേക്ക് ന്യൂസുകൾ വിജയിക്കില്ല ഈ കാലഘട്ടത്തിൽ. കാരണം ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയിരിക്കുന്നത് സത്യസന്ധമായ ന്യൂസുകൾ മാത്രമേ മുമ്പോട്ട് പോകൂ. എന്തുകൊണ്ടാണ് നമ്മളെ കണക്ക് വളരെ ചെറിയൊരു ചാനൽ ഇന്നും പിടിച്ചു നിൽക്കുന്നത് ഇത്രയും ക്രെഡിബിലിറ്റിയോട് കൂടി തന്നെ? അതിൽ വരുന്നത് നമുക്ക് സോഴ്സ് എന്തെങ്കിലും ചെയ്യാറുള്ളൂ, മനുഷ്യന് അറിയാവുള്ളൂ. നമ്മളൊരു വാർത്ത എടുക്കുമ്പോൾ എത്ര തവണയാണ് ആ സോഴ്സ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്? അതെ അതെ, ഒരു 100 തവണ ക്രോസ് ചെക്ക് ചെയ്യും. നമുക്ക് ട്വിറ്ററിലോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലോ കാണുന്ന ഒരു വാർത്ത എടുത്തിട്ട് നമുക്ക് വാർത്ത ചെയ്യണമെങ്കിൽ ഒരു ദിവസം 100 വാർത്ത ചെയ്യാൻ പറ്റും, അല്ലേ? ആൾക്കാരെ കോരിത്തരിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ആൾക്കാരിലേക്ക് സത്യം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഇതേ കണക്കുള്ള ഇവർക്ക് പൂട്ട് തന്നെ വേണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ മാത്രമല്ല, ഫേസ്ബുക്കിലും ഈ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ചില പരസ്യങ്ങൾ, ചില ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുന്നവരുണ്ട്. ഞാൻ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടുണ്ട്, അടിപൊളിയാണ് ഈ സാധനം, ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുക്കും, ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി വളരും, ഇത് തേച്ച് കഴിഞ്ഞാൽ മൂക്ക് വളരും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പരസ്യം ചെയ്യാറുണ്ട്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ചെറിയ ഇൻഫ്ലുവൻസർ, ചിലപ്പോൾ ഡാൻസ് കളിക്കുന്ന പിള്ളേരാകും, ചിലപ്പം താഴ്ത്തി മറിയുന്നവനാകും, ഇല്ലെങ്കിൽ ചുമ്മാ യൂട്യൂബിൽ കൂടെ തെറി വിളിക്കുന്നവനായിരിക്കും. അവൻ വന്നിട്ടാണ് ഈ പരസ്യം ചെയ്യുന്നത്. കാരണം അവന് റീച്ച് ഉണ്ട്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അവൻ പറയും ഇത് ഞാൻ തേച്ചിരുന്നു, സൂപ്പർ സാധനമാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആൾക്കാരെ. ഈ പ്രൊഡക്റ്റുകൾ പലതും ഫാർമ പ്രൊഡക്റ്റുകളുമാണ്, പരസ്യം കൊടുക്കാനും പറ്റത്തില്ല. ഇവർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഇത് വാങ്ങുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ നടന്മാരും നടിമാരും ഒന്നും ഇപ്പൊ വലിയ ഇതിനുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കാത്തത്? ഏറ്റവും ഒടുവിൽ ജയസൂര്യാണെന്ന് തോന്നുന്നു ഇപ്പം കേസിൽ പെട്ട് കിടക്കുന്നത്, ഒരു തട്ടിപ്പ് സംഘത്തിന് അംബാസഡർ ആയിട്ട് പോയിട്ട്. ഇപ്പൊ ആരും ഇല്ലല്ലോ, ആരും ഇറങ്ങുന്നില്ലല്ലോ ഈ പണിക്ക്. കാരണം കേസിന് പോകും. ഇതിനകത്ത് കേസെടുക്കാൻ പറ്റത്തില്ല. ഇവരെ എവിടിട്ട് പിടിക്കാനാ? എന്നിട്ട് തന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ എടുത്ത് കളഞ്ഞു. ഈ പിന്നെ റമ്മി കളിക്ക് പരസ്യം ചെയ്തേന്, റമ്മി കളിയും പൈസ വെച്ചിട്ടുള്ള ഗെയിമിങ്ങും, പിന്നെ ഈ പൈസ വെച്ചിട്ടുള്ള ഗെയിമിങ്ങിലും കുറച്ച് പേരുടെ ഒക്കെ അക്കൗണ്ട് പോയായിരുന്നു. ഇതൊക്കെയാണ് ഇതിൽ കൂടെ നടത്തുന്നത്. ഇനി ഇതിനകത്ത് യൂട്യൂബിൽ കയറി നോക്കി ഡെയിലി ഒരു 100 ഡോക്ടർമാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ആലോചിച്ച്, ഡോക്ടർമാർക്കൊന്നും ഒരു പണിയില്ലേ? ഷുഗറിനെ കുറിച്ച് 100 ഡോക്ടർമാർ 100 കാര്യമാണ് പറയുന്നത്. പിന്നെ മാനസിക രോഗത്തെ കുറിച്ച് ഡോക്ടർമാരുടെ പല ഡോക്ടർമാരാണ്. ഇത്രയും ഡോക്ടർമാർ എങ്ങനെയാണ് കേരളത്തിൽ? അപ്പൊ ഇവർ ഒരു പണിയും ഇല്ലാതെ രാവിലെ യൂട്യൂബിൽ ഇരിക്കുന്നവരാണ്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പകുതി കൂടുതൽ പേരും ഡോക്ടർമാരോ MBBS അല്ല, +2 ഫെയിലായവർ വരെ ഡോക്ടർ എന്ന രീതിയിൽ അവർ താങ്ങി വിടുന്നത്. പിന്നെ ഇനി മൂന്നാമത്തെ കൂട്ടുണ്ട്, എന്താണ് അവർ ചെയ്യുന്നത്? ഇൻഫ്ലുവൻസർമാരുണ്ട്. ഇൻഫ്ലുവൻസർമാരല്ല, നമ്മളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള മെഡിറ്റേഷൻ ക്ലാസ് കൊടുക്കുന്നവരുണ്ട്, പിന്നെ മന്ത്രവാദം ചെയ്യുന്നവരുണ്ട്, മോട്ടിവേറ്റർമാരുണ്ട്, മോട്ടിവേഷൻ ചെയ്യുന്നവന്മാർ. ഇപ്പൊ മോട്ടിവേറ്റർമാരെ ആരെയും കാണുന്നില്ല, കാരണം 3 ഇപ്പൊ അകത്താ പീഡനത്തിന്, മോട്ടിവേഷൻ കൂടിയതാണ്. അപ്പൊ ഇവരെയൊക്കെ പിടികൂടണ്ടേ നമ്മുടെ നാട്ടില്? ഇതിന് കൃത്യമായ നിയമം വേണം. ഈ നിയമത്തിന് എന്തിനാണ് എതിർപ്പ് പറയുന്നത്? ഞങ്ങൾക്കാർക്കും ഇതിനകത്ത് വിരോധമില്ല, ഞങ്ങൾക്കാർക്കും ഇതിനകത്ത് എതിർപ്പില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ വാർത്തകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാർത്തകൾക്ക് എതിരെ നിങ്ങൾ വ്യാജ വാർത്തയാണെങ്കിൽ നിങ്ങൾക്ക് സധൈര്യം കേസിന് പോകാം. കേസ് നേരിടാൻ ഞങ്ങൾ പ്രാപ്തരാണ്. ഞങ്ങൾ ഇങ്ങനെ പട്ടുമത്തിൽ നിന്ന് വന്നവരല്ല. ഞങ്ങൾ ഈ ഇത്രയും നാൾ മാധ്യമപ്രവർത്തനം നടത്തിയിട്ട് അനവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അത് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. കേസുകൾക്ക് പോവാം, ധൈര്യമായിട്ട് പോവാം. നിങ്ങളെ കുറിച്ച് വ്യാജ വാർത്തയാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് കേസിന് പോകാം. അതാണല്ലോ നമ്മുടെ രാജ്യത്തെ നിയമം. ഇതിൽ ആരുടെ പേരിലാണ് കേസിന് പോകേണ്ടത്? ഈ യൂട്യൂബ് ചാനലിലൊക്കെ പലതിനകത്തും ഇന്നിപ്പോ കേരളത്തിൽ തന്നെ ക്രെഡിബിളായിട്ട് നിൽക്കുന്ന, ഇല്ല നമുക്ക് അറിയാവുന്ന വളരെ കുറച്ച് യൂട്യൂബ് ചാനൽസേ ഉള്ളൂ. ധരിച്ചു പോകുന്നവർക്ക് ഇലക്ഷൻ വരുമ്പോൾ ഒരു 100,000 യൂട്യൂബ് ചാനൽ വരിക, പല പേരില് പല നാളിലും ഒക്കെ. ഇതിനൊക്കെ എവിടെങ്കിലും വല്ല ഉണ്ടോ? അടുത്ത സുപ്രഭാതത്തിൽ ഇത് കാണത്തുമില്ല. അതായത് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ സോഷ്യൽ മീഡിയക്ക് കഴിയും. അത് ആത്മഹത്യയിലേക്ക് പോകാം, പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം ഏറ്റവും നടക്കുന്നത് ഈ യൂട്യൂബിലൂടെയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനം, ഈ മണിപ്പൂർ സംഭവം ഏറ്റവും കൂടുതൽ കത്തിച്ചു വെച്ചിട്ടുള്ളത് കേരളത്തിലെ മീഡിയാസ് ആണ്. കേരളത്തിലെ മീഡിയയിൽ എന്തൊക്കെ കഥകളായിരുന്നു? വീട് കത്തുന്ന പടം, ഡെഡ് ബോഡി കിടക്കുന്ന പടം, പിന്നെ ഇങ്ങനത്തേത് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇല്ല. ഇങ്ങനെ അനവധി. പിന്നെ പൗരത്വ ഭേദഗതിയുടെ സമയത്ത് കുറെ പേരിങ്ങനെ അതിർത്തി കടന്നു പോകുന്നു, മുസ്ലിങ്ങളെ പുറത്താക്കുന്ന ചിത്രം. എന്തോ പറയാനാണ്? ഇങ്ങനെയൊക്കെയുള്ള വ്യാജ വാർത്തകളാണ്. ഏറ്റവും വലിയ രസം കമ്മ്യൂണിറ്റി ഗൈഡിൽ നമ്മൾ ഈ യുദ്ധവാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ചില യുദ്ധവിമാനങ്ങളുടെ പേര് പറയാൻ പറ്റത്തില്ല. അമേരിക്കയുടെ ഒക്കെ ചില യുദ്ധവിമാനങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അല്ല, സ്ട്രൈക്ക് വരും നമുക്ക്. കാരണം ആ വിമാനങ്ങളുടെ പേര് വരും. അപ്പൊ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ഇടുന്നത്. എന്ന് കരുതി നമ്മൾ പറയുന്നത് 100% ശരിയാണെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം, സ്വാഭാവികമായി പറ്റാം. അത് ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റുകൾ മാത്രമേ പറ്റാറുള്ളൂ. നാക്കുളുക്കൽ കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു നിമിഷ നേരത്തെ ക്രോസ് ചെക്കിങ്ങിന് ഉള്ള നമ്മുടെ ബുദ്ധിവശം കൊണ്ടോ സംഭവിക്കുന്നത്. അതിനകത്ത് നമ്മൾ മാപ്പ് പറയാൻ ഒരു മടിയും കാണിക്കാറുമില്ല. ഇതുകൊണ്ട് ഈ നിയമം വരണം, നിലവിളി ഉയരുക തന്നെ വേണം. നിലവിളി അല്ല ഉയരുന്നത്. എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് വലിയ കയ്യടി തന്നെ കിട്ടുന്ന ഒരു നിയമമായിരിക്കും ഇത്.